Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi al-faizina biridallah amma ba'd. Fa'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. La uqsimu bihadzal balad wa anta hillum bihadzal balad. Sadaqallahul aliyyul azim wa sadaqa ballagha rasuluhun nabiyyul karim wa nahnu ala dhalika minash shahidin ash-shakirin walhamdulillahi rabbil alamin. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സർവാദരണീയരായ ലോകത്ത് പകരക്കാരില്ലാത്ത പണ്ഡിത പ്രതിഭകളിൽ അത്യുത്തമരിൽ ഒരാളായ മഹാനായ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ പ്രസിഡന്റ് റഈസുൽ ഉലമ ശൈഖുന ഉസ്താദ് അവർകൾ ഈ മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷനും സർവാദരണീയനുമായ മഹാനായ താജുൽ മസി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സീമന്ത പുത്രൻ സയ്യിദ് ഫളൽ ഖുഹ്മദ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ജ്യേഷ്ഠ സഹോദരനുമായ ബിച്ചിക്കോയ തങ്ങൾ മഹാനായ സി ഉസ്താദ് മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങൾ എല്ലാവരും വളരെ തിരക്കുള്ള സമയമാണ്. കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പരിശുദ്ധമായ ഫുർഖാനുൽ അളീമിൽ അല്ലാഹു തആല പറയുന്നു ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. നിസ്സംശയം ഒരു നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വത്തഫഖൽ ഉലമാ വലാ അന്ന ഹാദൽ ബലദ് വ മക്ക. ഈ നാട് പരിശുദ്ധമായ മക്കയാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമില്ല. മക്കയുടെ മഹത്വങ്ങൾ എണ്ണിയാൽ തീരുകയില്ലല്ലോ. 1,00,000 പ്രതിഫലമാണ്. അവിടെ എന്ത് ദുആ ചെയ്താലും അപ്പോൾ ഇജാബത്ത് ലഭിക്കും. ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത ഏറ്റവും വലിയ മുസ്തജാബുദ്ദഅവത്തിന്റെ ഇടങ്ങളായ സംസമും ഇബ്രാഹിം മഖാമും ഹജറുൽ അസ്വദും തുടങ്ങി 15ഓളം സ്ഥലങ്ങൾ അവിടെയാണ്. ശീർഷനെന്ന അൻശീർഷനെന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭവങ്ങളും സ്ഥിരമായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. സദാസമയത്തും ലക്ഷങ്ങൾ അവിടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മഹാനായ റഈസുൽ ഉലമ പോകുന്ന വഴിയിൽ ആരും പ്രയാസപ്പെടുത്താതിരിക്കലാണ് അദബ്. നമുക്ക് അവരൊക്കെ റിളയാണല്ലോ വേണ്ടത്. മഹാനവകൾ വന്നു എന്ന് തന്നെ ഈ സദസ്സിന് വലിയ അംഗീകാരമാണ്. അപ്പോ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. മക്കൾക്ക് ഇങ്ങനൊക്കെ ഒരു മഹത്വത്തിന് കേരളത്തെ പോലെ 6 മാസം മഴ പെയ്യുന്നുണ്ടോ? കർണാടകയെ പോലെ 6 മാസം മഴ പെയ്യുന്നുണ്ട്. കുറെ നദികൾ അവിടെ ഉണ്ട്, കുഴിച്ചിട്ടെല്ലാം അവിടെ ഉണ്ടാകുന്നു. അതൊന്നുമില്ല. പിന്നെ എന്താണ് അതിന്റെ കാരണം? അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞു വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നബിയെ അതിന്റെ കാരണം കന്നഹു അല്ലാഹു മക്ക മിൻ അന്നഹു യാ റസൂലല്ലാഹ് അൻത നാസിലും ബിഹാദൽ ബലദ്. തങ്ങളുടെ ജന്മത്തിന് അല്ലാഹു തആല തിരഞ്ഞെടുത്ത സ്ഥലം പരിശുദ്ധമായ മക്കയാണ് എന്നതാണ് ഈ മഹത്വത്തിനെല്ലാം കാരണം. അല്ലാഹു ഖുർആനിൽ പറയുന്നതാണ്. ഖുർആൻ വ്യാഖ്യാനങ്ങൾ ആധികാരിക ഗ്രന്ഥമായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറഞ്ഞു കന്നഹു അല്ലാഹു മക്ക മിൻ അന്നഹു യാ റസൂലല്ലാഹ് അൻത നാസിലും ബിഹാദൽ ബലദ്. നബിയെ തങ്ങളുടെ ജന്മത്തിന് അല്ലാഹു തആല തിരഞ്ഞെടുത്തത് മക്കയാണ്. കഴിഞ്ഞില്ല. പരിശുദ്ധമായ മദീന മുനവ്വറ, അതിന്റെ മഹത്വത്തിൽ ആർക്കും രണ്ട് അഭിപ്രായമില്ലല്ലോ. ആ മദീന മുനവ്വറയുടെ മുമ്പത്തെ പേര് യസ്രിബ് എന്നായിരുന്നു. അവിടെ ക്ലൈമറ്റ് പലർക്കും ഇപ്പോഴും പിടിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ ലോകത്തിന്ന് മദീന എന്ന് കേൾക്കുമ്പോഴേക്ക് പട്ടം എന്നാണ് അർത്ഥം. അനന്തകോടി വട്ടങ്ങൾ ലോകത്ത് കാണാം. പക്ഷേ മദീന എന്നൊരു ഭേദം പറയുമ്പോഴേക്ക് നേരെ ജലക്ഷങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നത് മദീനത്തുർ റസൂൽ.
അത് പേര് മാത്രമല്ല, സദാസമയത്തും ലോകത്ത് കാണുന്ന വലിയ പട്ടണങ്ങൾ ഒന്നായി മദീന മുനവ്വറ മാറിയെന്നല്ല, ഒരേ ഒരു മഹാത്മാവിനെ വിസിറ്റ് ചെയ്യാൻ ലോകത്ത് വരുന്നുവെങ്കിൽ അത് മദീന മുനവ്വറ മാത്രമാണ്. ന്യൂയോർക്കിൽ ആള് പോകുന്നുണ്ടായേക്കാം, ഇംഗ്ലണ്ടിന് പോകുന്നുണ്ടായേക്കാം. അതൊന്നും ആരെയും വിസിറ്റ് ചെയ്യാനല്ല, സന്ദർശിക്കാനല്ല. മദീനയിൽ പോകുന്നവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുക, സിയാറത്ത് ചെയ്യുക. ആ മദീനയിൽ ഏറ്റവും ബറക്കത്തുള്ള സ്ഥലം ഏതാണ്? മഹാനായ ഖാളി ഇയാദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, വത്തഫഖൽ ഉലമാ വലൻ അഫ്ള ബിഖാഇൽ അർളി മൗളി ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് മക്കയെക്കാളും കഅബയെക്കാളും അർശിനേക്കാളും കുർസിനേക്കാളും ലൗഹുൽ മഹ്ഫൂദിനേക്കാളും എല്ലാറ്റും ഏറ്റവും മഹത്തരമായത്. എന്തുകൊണ്ട്? ആ മക്കൾക്ക് കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മദീന റൗളയിൽ ഉണ്ടാകുമ്പോ ആ റൗളയേക്കാൾ എന്തുകൊണ്ടാണ് ഇത്ര മഹത്തരമാകാനുണ്ടായ കാരണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദങ്ങൾ സ്ഥിരമായി വീട്ടിൽ നിന്ന് മിമ്പറിലേക്കും മെഹ്റാബിലേക്കും മെഹ്റാബിൽ നിന്ന് വീട്ടിലേക്കും സ്ഥിരമായി പോയിരുന്ന സ്ഥലം എന്നതുകൊണ്ട് ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളാകുക, അതോടുകൂടെ തന്നെ കുട്ടിക്കാലം തൊട്ടേ ഖുർആൻ സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുക, കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാകുന്ന ചാബല്യങ്ങളും വൃത്തികേടുകളും തൊട്ടു തീണ്ടാതിരിക്കുക, ഇഖ്ലാസ് തവക്കുലിന്റെ പ്രതീകമായി മാറുക. മഹാനായ ഖുറത്തു സാദാത്തിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയാനുണ്ടാവും. ഇവിടെ വളരെ കൂടുതൽ ആളുകൾ പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയൊരു കുഗ്രാമം, കൂറ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഒരു കുഗ്രാമമായിരുന്നു. ഇപ്പൊ നാളൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എത്രയാണ്? ഭക്ഷണത്തിനേക്കാൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടായേക്കാം, പക്ഷെ അവിടെ ആളുകൾ ഒഴുകിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞില്ലേ, തങ്ങൾ എവിടെയുണ്ടോ അവർ അല്ലാഹു തആല ശിക്ഷിക്കില്ല. അല്ലാഹു തആലക്ക് വലിയ ബർക്കത്ത് ഇത് തങ്ങളുടെ കാലത്ത് മാത്രമല്ല. മഹാനായ സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് വഅഫ്ഖഹു മിൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദുൽ ഗസാലി എന്നാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ പണ്ഡിതനാണ് മഹാനായ സുൽത്താൻ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനവൾ പറയുകയാണ്. ഖുർആനിൽ 91 ആയത്തുകൾ കാണാം. ഇന്നല്ലാഹ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന്. ആ ആയത്തുകൾ ഒന്നുമില്ലാത്തൊരു ശൈലിയാണ് ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തിൽ കാണുന്നത്. പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഒരായത്തിറങ്ങിയ സമയത്തും സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല, കൈഫ ഇന്നല്ലാഹ ഇന്ന സ്വലാത്ത കാനത് അൽ മുഅ്മിനീന കിതാബൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ യാ അയ്യുഹല്ലദീന ആമനൂ ദുകുറുല്ലാഹ. എല്ലാം ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന അഭിസംബോധനത്തോടു കൂടെയാണ്. അവിടുന്ന് സ്വഹാബത്ത് കൈഫ നസൂമു കൈഫ നദ്കുറു കൈഫ നുഅ്മിനു എന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ സ്വഹാബത്ത് ചോദിച്ചു കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാ സ്വലാത്തുള്ളത്? സ്വഹാബത്തിന് എന്താ തിരിയില്ലേ? ഇവിടെ മാത്രം ചോദിക്കാൻ കാരണം എന്ത്? ഇതിൽ അർത്ഥമുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ
സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാ. നാ മുത്തുനബി പഠിപ്പിച്ച അല്ലാഹുമ്മ ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നല്ല പറഞ്ഞത്, മറിച്ച് ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നാ പറഞ്ഞത്. എന്നാ അല്ലാഹു തആല എന്താണ്ട് പറഞ്ഞൂടെ? യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വഅലാ ആലിഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞൂടെന്നോ? പറയാതിരിക്കാൻ എന്താ കാരണം? ഫനാഉൽ ഹബീബി ഫിൽ മഹ്ബൂബി കമാ ഫീ ലഫ്ദിൽ ഹുബ്ബ്. മഹബത്ത് എന്ന് പറഞ്ഞാല് ആ ഹുബ്ബ് എന്നുള്ള പദം തന്നെ രണ്ട് ബാ സുക്കൂന ബാന മുത്തഹരിക ആ ബായിൽ ഇദ്ഗാം ചെയ്തു, രണ്ടും അങ്ങ് ഒന്നാക്കി. ഇനി രണ്ടാകാൻ പാടില്ല. ഈ കുടിക്കുന്ന പാലിൽ പഞ്ചസാര ചേർത്താൽ പാലും പഞ്ചസാരയും രണ്ടാകാൻ പാടില്ല. ചായ എടുക്കുന്നു പറഞ്ഞാൽ പഞ്ചസാരയിൽ പെട്ടിട്ടുണ്ട്. ഇനി പഞ്ചസാര എടുക്കല്ല, ചായപ്പൊടി എടുക്കുക, വെള്ളം എടുക്കുന്നത് വേറെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ന പോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി എന്ന് പറഞ്ഞ ആ വാക്കിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ പെട്ടിട്ടുണ്ട്. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയാണ്, ഫജഅല സ്വലാത അലൈഹിം സലാത്തൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലുക്ക് സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ആലിൽ സ്വലാത്ത് അല്ല. ആ ആലിൽ അഹ്ലു ബൈത്ത് ഒക്കെ ആകുമ്പോൾ അതൊരു വലിയ മഹബത്തായിരിക്കും. പ്രത്യേകിച്ച് മുഹറം മാസമാണ്. ശിയാക്കൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശക്തമായി എതിർക്കേണ്ടതാണ്, വിമർശിക്കപ്പെടേണ്ടതാണ്. മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ മുസ്ലിമീങ്ങളുടേതായ ആചാരങ്ങളുണ്ട്. ആ ആചാരമാണ് മുഹറം 10 ദിവസവും നോമ്പ് നോൽക്കുക. 9ഉം 10ഉം നിർബന്ധമായും വളരെ മുഅക്കദായ സുന്നത്താണെന്ന്. 10ന്റെ അന്ന് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ 10ന്റെ അന്ന് സമയങ്ങൾ കളയാതെ ദിക്ർ ഇബാദത്തുകളിലൂടെ കഴിച്ചു കൂട്ടുക. ഇൻഷാ അല്ലാഹ് എത്രയോ വർഷങ്ങളായി മഅദിൻ രാവിലെ 8 മണി തൊട്ട് മഗ്രിബ് വരെ 10,000 പള്ളിയുടെ ഗ്രൗണ്ടിലും മുകളിലും മേലെ ഒക്കെ ഒരുമിച്ച് കൂടി അസ്തഗ്ഫിറുല്ലാഹൽ അളീം ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആതാം എന്ന ദിക്ർ 1000 ചൊല്ലും. ഖുൽ ഹുവല്ലാഹു സൂറത്ത് 1000 ചൊല്ലുന്നു. ഒരൊറ്റ നൃത്തത്തിൽ നിൽക്കുക ആ ഒരു നൃത്തത്തില്. കാരണം അന്നത്തെ ദിവസം എന്ത് ചെയ്താലും ഒരു കൊല്ലത്തെ കൂലിയാണ്. അന്നൊരു ഇഖ്ലാസ് ഓതിയ ഒരു കൊല്ലം ഇഖ്ലാസ് ഓതിയ കൂലിയാണ്. അപ്പൊ 1000 ഇഖ്ലാസ് ഓതുക എന്ന് പറഞ്ഞാല് ഒരു കൊല്ലം മുഴുവനും 1000 ഇഖ്ലാസ് ഓതുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അളീം ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആതാം എന്ന് പറയുമ്പോൾ അത് 355 ദിവസം പറയുന്ന കൂലിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ ധാരാളം ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇതിനു വേണ്ടി ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. 200ഓളം മഹല്ലത്തുകളിൽ നിന്ന് സന്തലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഖത്മുകള്, യാസീനുകള്, ഇഖ്ലാസുകള്, തഹ്ലീലുകള്, സ്വലാത്ത്, അങ്ങനെ ഉള്ളാൾത്തുനിന്ന് മാത്രം 60 ടണ്ണ് വിഭവങ്ങള് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും, കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. നാളെ 10,000-ങ്ങൾക്കാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. വളണ്ടിയർമാർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ധാരാളം മഹത്തുക്കളായ ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളാക്കി ഞങ്ങളെല്ലാം മഹാനായ താജുൽ ഉലമ അസി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരി ഫിദ് ദാറൈൻ. ആ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, ആ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവര് ഞങ്ങളെയും ഖബ്ബ ജനാത്തുൻ നഈമിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്താനി ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മഹാൻ അവരുടെ കാര്യങ്ങളെല്ലാം മഹാൻ വഫാത്തിന് ശേഷം നിയന്ത്രിച്ചു ചെയ്തിരുന്ന മഹാനായ ഖുറത്തുസ് സാദാത്ത് സൈഫുൽ ഖുആമ തങ്ങൾ റബ്ബ് അവർ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഈ ഉറൂസിന് അരി നൽകുന്നവർ, ഭക്ഷണങ്ങൾ നൽകുന്നവർ, മാംസങ്ങൾ നൽകുന്നവർ, ആടിനെ നൽകുന്നവർ, സന്തൽ നൽകിയവർ,
ഇവിടത്തേക്ക് വളണ്ടിയർമാര്, പ്രവർത്തകര്, വേണ്ടപ്പെട്ടവർക്കെല്ലാം നീ വിജയങ്ങൾ നൽകണേ അല്ലാഹ്. ഒരാൾക്കും ഒരു പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകല്ല. കർണാടക ഈസ്റ്റ് ജില്ല SVS 7 ലക്ഷം രൂപ ഈ മഹത്തായ ഉറൂസിലേക്ക് നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.